ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 24-ാം വാരം വ്യാഴം. തിരുസഭാ മാതാവ് വചനവിചിന്തനത്തിനായി ഇന്ന് നമുക്ക് നൽകുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളാണ്. ഡാനി കപ്പൂച്ചിനച്ചൻ തിരക്കഥ എഴുതിയ വരയൻ എന്ന സിനിമയിൽ രസകരമായ ഒരു സംഭവമുണ്ട്. വികാരിയായി സ്ഥാനമേറ്റെടുത്ത പള്ളിയിൽ ആദ്യ പ്രസംഗം പറയാൻ ഒരുങ്ങുന്ന എബിയച്ചൻ. പ്രസംഗം മുഴുവനും ഒരൊറ്റ ചോദ്യമാണ്: മനസ്സാക്ഷിയില്ലാതെ ദൈവത്തിനെതിരെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്താൽ ദൈവം എന്തു ചെയ്യും? ആർക്കും ഉത്തരമില്ലാതെ സമയം മുന്നോട്ട് നീങ്ങുമ്പോൾ അച്ഛൻ തന്നെ ഉത്തരം പറയും: ദൈവം പിന്നെ എന്തു ചെയ്യാനാണ്, വീണ്ടും വീണ്ടും ക്ഷമിക്കും. ദൈവത്തെക്കുറിച്ചുള്ള സുന്ദരമായ ഒരു കാഴ്ചപ്പാടാണത്, ക്ഷമിക്കുന്ന ദൈവം. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ക്ഷമിക്കുന്നത് എന്നാണ് ഉള്ളിലൊരു മറുചോദ്യം. ഉത്തരം ഒന്നേയുള്ളൂ: ദൈവം സ്നേഹമാണ്. അത് വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നത് യോഹന്നാൻ സുവിശേഷകനാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹത്തിൻ്റെ പേരിൽ ഏതറ്റം വരെയും പോകാൻ സന്നദ്ധനാകുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. സുവിശേഷത്തിൽ സ്നേഹം കൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ഒരുവളെ നാം പരിചയപ്പെടുന്നു. വചനം അവൾക്ക് നൽകുന്ന പേര് പാപിനിയായ സ്ത്രീ എന്ന് മാത്രമാണ്. പരിസേയന്റെ വീട്ടിൽ വിരുന്നിന് വരുന്ന ക്രിസ്തുവിന് ആതിഥ്യ മര്യാദ നൽകാൻ വിട്ടുപോയ ശിമയോന് പകരം ആ കർമ്മം നിറവേറ്റുന്നത് സമൂഹം നെറ്റിചുളിച്ച് കണ്ടിരുന്ന ഈ സ്ത്രീയാണ്. വചനം പറയും: അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. അതിന് ക്രിസ്തുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. കണ്ണുനീരുകൊണ്ട് കാലുകൾ കഴുകിയതുകൊണ്ടല്ലെന്ന്, ചുംബിച്ചതുകൊണ്ടോ തലമുടി കൊണ്ട് തുടച്ചതുകൊണ്ടോ സുഗന്ധതൈലം പൂശിയതുകൊണ്ടോ അല്ലെന്ന് ക്രിസ്തു അവളോട് ക്ഷമിച്ചത്, മറിച്ച് അവളുടെ ഉള്ളിലെ സ്നേഹം കണ്ടിട്ടാണ്. പ്രവൃത്തികൾക്ക് പിന്നിലെ സ്നേഹം കൊണ്ടാണ്. ദൈവം പരിശോധിക്കുക നമ്മളുടെ പാപത്തിൻ്റെ കണക്കുകളല്ലെന്ന്, അവനോടുള്ള നമ്മളുടെ സ്നേഹത്തിൻ്റെ ആഴത്തെയാണ്. അതുകൊണ്ടല്ലേ കോഴി കൂവുന്നതിനു മുമ്പ് 3 തവണ തന്നെ തള്ളിപ്പറഞ്ഞവൻ്റെ മുമ്പിൽ ഉദ്ധിതനായവൻ സ്നേഹത്തിൻ്റെ കണക്ക് ചോദിച്ചത്. തള്ളിപ്പറഞ്ഞതിൻ്റെ കണക്ക് ചോദിക്കാതെ യോയായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നല്ലേ ക്രിസ്തുവിൻ്റെ ചോദ്യം. കാരണം ഒന്നേയുള്ളൂ. വചനം പറയും: ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവർ അല്പം സ്നേഹിക്കുന്നു. തള്ളിപ്പറഞ്ഞതിൻ്റെ പേരിൽ തള്ളിക്കളയാതെ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് തള്ളിപ്പറഞ്ഞവൻ പിന്നെ തിരികെ നൽകിയത് രക്തസാക്ഷിത്വത്തോളം നീണ്ടു നിന്ന അവൻ്റെ ജീവിതം തന്നെയാണ്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇത്രമാത്രമാണ്: ക്ഷമിക്കുമ്പോഴാണെന്നേ സ്നേഹം കുറെ കൂടി ആഴമുള്ളതാവുക, ദൃഢമാവുക. മദർ തെരേസ ഇങ്ങനെ കൂട്ടിച്ചേർക്കും: നമ്മൾ ശരിക്കും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എങ്ങനെ ക്ഷമിക്കണമെന്ന് നമ്മൾ പഠിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.